കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച റാന്നിയിലെ ജനങ്ങളാണ്. റേഷൻ കടയിലെ അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള ചാക്ക് കണക്കിന് സാധനങ്ങൾ വെള്ളം കയറി നശിച്ചു. മറ്റ് പല കടകൾക്കും വലിയ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകും. ശേഷം വാർത്തകൾ ഇതുവരെയാണ്. ആര്യചേട്ടൻ, നമസ്കാരം. വെള്ളപ്പൊക്ക ദുരിതം ഈ സാധാരണക്കാരായ ആളുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാന്നിയിലെ ഒരു റേഷൻ കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് എന്തോരം സ്റ്റോക്ക് ഉണ്ടായിരുന്നു? ഒരു 10-75 ചാക്ക് ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ മാക്സിമം കയറ്റി, ബാക്കി ചെയ്ത് അറിഞ്ഞില്ല, പെട്ടെന്നായിരുന്നല്ലേ വെള്ളം? പെട്ടെന്നായിരുന്നു, അറിഞ്ഞില്ല. ഉണർന്ന് വന്നപ്പോഴത്തേക്ക് റോഡിൽ വെള്ളമായിരുന്നു. ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ അവർ ഒന്ന് കണ്ടിട്ട് ഇത് മാറ്റാൻ വെക്കും. ഒക്കെ അടുത്ത മാസത്തേക്ക് ഓണമല്ലേ, അതിനോടുള്ള വന്നതാണ്. ഇവിടെ പെട്ടെന്നായിരുന്നു വെള്ളം കയറിയത്. 3 മണി മുതൽ ഭയങ്കര വെള്ളമായിരുന്നു. ഒന്നും ചെയ്യാനൊക്കെ ഇപ്പോൾ അങ്ങനെ പറ്റി. ഇപ്പം റേഷൻ കടയൊക്കെ കിടക്കുന്നതാണില്ലേ? കണ്ടു, കഷ്ടമുണ്ട്. എല്ലാം പാവങ്ങൾ കഴിക്കാനുള്ള വലിയൊരു നഷ്ടമാണല്ലേ ഉണ്ടായത്? വലിയ നഷ്ടമല്ലേ. ഒത്തിരി എത്ര 10-15 വണ്ടികളുണ്ടായിരുന്നു. പുതിയ പെയിന്റ് അടിച്ചതും പ്ലേറ്റ് ചെയ്ത വണ്ടികൾ വരെ വെള്ളത്തിൽ പോയി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ആളുകൾ വന്ന് നമ്മുടെ വണ്ടി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കഴിയുന്നത് നമ്മളെ ചെയ്ത് കൊടുക്കാനേ പറ്റില്ല. ആരെന്ത് ചെയ്യാൻ? നമ്മളെന്ത് ചെയ്യും? ഞങ്ങൾ അറിഞ്ഞോട് ചെയ്തതൊന്നും അല്ലല്ലോ. സ്ഥിരം ഇങ്ങനെ 2018 ഇതുകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ഇപ്പോൾ അതിൻ്റെ ക്ഷീണം മാറി വന്നപ്പോഴത്തേക്ക് അടുത്ത ഈ വെള്ളപ്പൊക്കം ഒന്നുകൊണ്ട് ഇപ്പോൾ തകർന്നു നിൽക്കുന്ന സമയമാണ്. ഇനിയിപ്പം ഇത് വീണ്ടും ഒരു ഗ്യാരേജ് ആക്കി ഉയർത്തിയെടുക്കണമെങ്കിൽ സമയമെടുക്കും. പതിയെ ഇപ്പോൾ ഈ ഓയിൽ കഴുകി വരുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയും. ഈ മൊത്തം കരിവലാണ്. കരിവലിനകത്തെല്ലാം മൊത്തം ഇങ്ങനെ ഇതിപ്പോൾ ഇവിടെ 20 വർഷമായി. റാന്നി ചെട്ടിമുക്കിൽ നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.